വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ലിറ്ററേച്ചർ ആസ് സൂപ്പർ മാർക്കറ്റ് മാപ്പിംഗ് വേൾഡ് ലിറ്ററേച്ചർ ടുഡേ ബൈ പി രവീന്ദ്രൻ എന്ന വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം അല്ലേ. പി രവീന്ദ്രൻ തൻ്റെ ഈ ഒരു വർക്കിൽ പറയുന്നുള്ളത് വേൾഡ് ലിറ്ററേച്ചർ എന്നുള്ളത് ആ ഒരു ടേം എന്നുള്ളത് ഇറ്റ് വാസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടക്സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് ലിറ്ററേച്ചർ എക്സാമിൻ ചെയ്യുന്നുള്ളത് അതിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗ്ലോബലൈസ്ഡ് പ്രസൻറ്റിനെതിരായിട്ടുള്ള പ്രസൻറ്റ് സ്റ്റാറ്റസ് വേൾഡ് ലിറ്ററേച്ചറിൻ്റെ പ്രസൻറ്റ് സ്റ്റാറ്റസിനെയാണ് എക്സാമിൻ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് കോണ്ടക്സ്റ്റിലാണ്. ഈ ഒരു വേൾഡ് ലിറ്ററേച്ചർ ഡിഫറെൻറ്റ് കോണ്ടക്സ്റ്റിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു പി രവീന്ദ്രൻ പറയുന്നുള്ളത്. ഈ ഒരു എസ്സേൻ്റെ നോട്ടബിൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നുള്ളത് ഈ ഒരു വേൾഡ് ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്റോറിക്കൽ ജെനസിസിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് ഈ ഒരു എസ്സേയുടെ നോട്ടബിൾ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വേൾഡ് ലിറ്ററേച്ചർ റൂട്ടഡ് ഇൻ ടിമൾട്ടസ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഏർലി 19th സെഞ്ച്വറി യൂറോപ്പിലെ ഏർലി 19th സെഞ്ച്വറിയിലെ കൾച്ചർ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പിലാണ് ഈ ഒരു വേൾഡ് ലിറ്ററേച്ചർ റൂട്ടഡ് ചെയ്തിട്ടുള്ളത്. മാർസ് അതുപോലെ തന്നെ ഈഗിൾസ് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് എന്തിലെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കണം. എക്കണോമിക് ആസ്പെക്റ്റ് ഓഫ് ലിറ്റററി പ്രൊഡക്ഷനിലും കൺസെപ്ഷനിലും എക്കണോമിക് ആസ്പെക്ട്സ് ഇൻക്ലൂഡ് ആയിരിക്കണം എന്ന കൺസെപ്റ്റിനെ എക്സ്പാൻഡ് ചെയ്തിരുന്നു മാർസും അതുപോലെ തന്നെ ഈഗിൾസും. അതുപോലെ തന്നെ കണ്ടംപററി സ്കോളേഴ്സ് ആയിട്ടുള്ള ഹോമി ബാബ, ഫ്രാങ്കോ മൊറാറ്റി എന്ന് പറയുന്നവർ എന്ത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഡാപ്റ്റഡ് ഇറ്റ് ടു എക്സ്പ്ലോർ കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നുള്ളത്. അഡ്വാൻസ്ഡ് ക്യാപിറ്റലിസം, ഗ്ലോബൽ മാർക്കറ്റ് എന്നീ കോണ്ടക്സ്റ്റിൽ വേൾഡ് ലിറ്ററേച്ചറിൻ്റെ കണ്ടംപററി റെലവൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ്റെയും ഇൻ്റർനാഷണലൈസേഷൻ്റെയും ഇടയിലുള്ള ആ ഒരു ടെൻഷനെ ചോദ്യം ചെയ്യുന്നുമുണ്ട് ഈ ഒരു വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഹൈലൈറ്റിംഗ് ചെയ്യുന്നുള്ളത് കോമഡിഫിക്കേഷൻ ഓഫ് ലിറ്റററി ടെക്സ്റ്റും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റീസ് ഓഫ് കൾച്ചറൽ എക്സ്ചേഞ്ചും ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പോളിഫോണിക് പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള വേൾഡ് ലിറ്ററേച്ചറിൻ്റെ റീവാലുവേഷനെ ഈ ഒരു എസ്സേ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എസ്സേ എംബസൈസ് ചെയ്യുന്നുള്ളത് ഡിസ്കോഴ്സ് ഷെയ്പ്പ് ചെയ്യുന്നതിൽ പേഴ്സ്പെക്റ്റീവ്സിനും ഡിവേഴ്സ് വോയിസിനുമുള്ള ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു വേൾഡ് ലിറ്ററേച്ചർ എംബസൈസ് ചെയ്യുന്നുള്ളത്. ഓവറോളായിട്ട് ഈ ഒരു എസ്സേ ഓഫർ ചെയ്യുന്നുള്ളത് കണ്ടംപററി ഡിമെൻഷൻസിലും തിയററ്റിക്കൽ ഹിസ്റ്റോറിക്കൽ എൻഗേജ്ഡ് ആയിട്ടുള്ള വേൾഡ് ലിറ്ററേച്ചറിൻ്റെ കോംപ്രഹെൻസീവും ഇൻസീസ് ആയിട്ടുള്ള അനാലിസിസ് ഓഫ് കൺസെപ്റ്റിനെയാണ് ഈ ഒരു എസ്സേ ഓഫേഴ്സ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇൻക്രീസിംഗ്ലി ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക, കൺസീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലിറ്ററേച്ചർ റീഡേഴ്സിന് നൽകുന്നുള്ള റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ക്രിട്ടിക്കലി ഈ ഒരു വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കോംപ്ലക്സിറ്റീസും കോൺട്രാഡിക്ഷൻസും അതുപോലെ തന്നെ എസ്സേ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളത് റീഡേഴ്സിനെ റീകൺസിഡർ ദ വേസ് ഇൻ വിച്ച് ലിറ്ററേച്ചർ ഈസ് കൺസീവ്ഡ്, സർക്കുലേറ്റഡ് ആൻഡ് ഇൻ്റർപ്രിറ്റഡ് ഇൻ ആൻ ഇൻക്രീസിംഗ്ലി ഇൻ്റർകണക്റ്റഡ് വേൾഡ്. 1827 ഗോത്തെ എന്ന റൈറ്റർ ഈ ഒരു വേൾഡ് ലിറ്ററേച്ചറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയും സോഷ്യൽ തിങ്കേഴ്സിൻ്റെയും ലിറ്റററി സ്കോളേഴ്സിൻ്റെയും ഇടയിൽ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് വേൾഡ് ലിറ്ററേച്ചർ എന്നത് വെറും അനാലിസിസും അതുപോലെ തന്നെ ഡിബേറ്റും മാത്രമായിരുന്നു. ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ മൊഡ്യൂൾ 4 ലിറ്റററി തിയറിയിലെ മൊഡ്യൂൾ 4 3 വർക്ക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി.